നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ് നെഗ്രേര കേസ്. ഫ്ലോറന്റിനോ പെരസ് ബാഴ്സയെ വിടുന്ന മട്ടില്ല. നോക്കുക, ഇപ്പോൾ കഴിഞ്ഞ ദിവസം റയൽ മാഡ്രിഡിനെതിരെ റഫറി പെനാൽറ്റി കൊടുത്തില്ലല്ലോ. അത് റയലിന് അനുകൂലമായിട്ട് പെനാൽറ്റി കൊടുത്തില്ല. വാറിലിരുന്ന റഫറി മുമ്പ് റയലിനെതിരെ പത്രസമ്മേളനം വിളിച്ച ആളാണ്. എന്നിട്ട് അയാളെ തന്നെ റയലിൻ്റെ മാച്ചിൻ്റെ വാറായിട്ട് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ വിവാദങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. ഹൻസി ഫ്ലിക്ക് പറഞ്ഞത് റഫറിമാരെ പ്രഷർ ചെയ്യുന്നത് ശരിയല്ല എന്നാ. ഏതായാലും ഇപ്പോൾ വീണ്ടും പെരസ് പറയുന്നു നെഗ്രേര കേസുണ്ടല്ലോ, അത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അഴിമതിയാണ്. ഫ്ലോറന്റിനോ പെരസിൻ്റെ വാക്കുകളിലേക്ക് പോകാം. ദി നെഗ്രേര കേസ് ഈസ് ദി ബിഗ്ഗസ്റ്റ് സ്കാൻഡൽ ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണത്. ആരാണ് വിശ്വസിക്കുക? നിങ്ങൾ മില്യൺ കണക്കിന് യൂറോ ടെക്നിക്കൽ റിപ്പോർട്ടിന് വേണ്ടി മാത്രം കൊടുത്തു എന്ന് പറഞ്ഞാൽ, അതാണെങ്കിൽ കോച്ചുമാർക്ക് പോലും പ്രൊവൈഡ് ചെയ്യപ്പെടാത്ത ഒരു റിപ്പോർട്ട്, അതിനു വേണ്ടിയാണ് നിങ്ങൾ ഈ മില്യൺ കണക്കിന് പൈസ കൊടുത്തതെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണോ? തീർച്ചയായിട്ടും അവർക്ക് അറിയില്ല, അവരുടെ എക്സിസ്റ്റൻസ് പോലും അറിയാത്ത ആളുകൾ. ഇന്നിപ്പോൾ അവർ ഇത്തരത്തിലുള്ള കേസുകളും മറ്റുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഒരു കറ തീർച്ചയായിട്ടും അവരുടെ കാര്യങ്ങളിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഒരു റാഡിക്കൽ ചേഞ്ച് ഈ റഫറിങ് സ്ട്രക്ചറിൽ വരുത്തേണ്ട സമയമായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കുക, ഞങ്ങൾക്കെതിരെ ആരാ റഫറി എന്നത്? കോപ്പ ഡെൽറേ ഫൈനലിന് മുമ്പ് പത്രസമ്മേളനം വിളിച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയ ആൾ. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ പെനാൽറ്റി, അത് വിനിക്കും റോഡ്രിഗോക്കും ഒക്കെ അനുകൂലമായി ലഭിക്കേണ്ട പെനാൽറ്റി വിളിച്ചില്ല. ഇതാണോ പുതിയ നോർമൽ എന്ന് പറയുന്ന കാര്യം? ഇതാണോ? ഒരു സംശയവും വേണ്ട, നെഗ്രേര കേസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ്. ഇതാണ് പെരസ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും അദ്ദേഹം ബാഴ്സയെ കടന്ന് ആക്രമിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.